എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ഷിന്യുവിനെ അതേപോലെ തന്നെ ആ ഗാർഡനറിനെ കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ രണ്ടുപേരും അടി കൂടുമായിരുന്നു. അവസാനം ഈ ഗാർഡനർ ആണെങ്കിൽ നമ്മുടെ ഷിന്യുവിൻ്റെ വയറ്റിലായിട്ട് കത്തി വെച്ചങ്ങ് കുത്തും. ഇത് കാണുന്നതും നമ്മുടെ ഷിന്യു ഭയങ്കര ഷോക്കാകും. അപ്പോൾ ആ ഗാർഡനർ പറയും, എന്തായിരുന്നാലും നന്നായി, നീ ഇനി മുതലേ എൻ്റെ ഇടയിൽ വരത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ വീണ്ടും നമ്മുടെ ഷിന്യുവിൻ്റെ ദേഹത്തായിട്ട് നല്ലതുപോലെ കുത്താനായിട്ട് ഒരുങ്ങും. എന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ഈ ഗാർഡനറിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയും, നിങ്ങൾ എവിടേക്ക് പോവുക? അവളുടെ അടുത്തേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പോലീസിനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞു, അവരിപ്പോൾ ഇവിടെ എത്തിക്കാണും. ഇത് കേൾക്കുന്ന ആ ഗാർഡനർ ആണെങ്കിൽ ഒരു നിമിഷം പോലെ അവിടെ നിൽക്കാതെ വേഗം തന്നെ അവിടെ നിന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയ ആണെങ്കിൽ വന്നിട്ട് കാണുന്ന, അതായത് ഷിന്യു ഇപ്പോൾ കുത്തേറ്റി കിടക്കുന്നത്. അവൾക്കാണെങ്കിൽ ഇത് കാണുന്നേ ഭയങ്കര ഷോക്കായിപ്പോവും. അവൾ വന്ന് വേഗം തന്നെ നമ്മുടെ ഷിന്യുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, നീ എന്നോട് ക്ഷമിക്കണം ഏഞ്ചു എന്നും പറഞ്ഞിട്ട് അവനങ്ങ് ബോധം കെട്ട് വീഴും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ ആണെങ്കിൽ ഭയങ്കര ഷോക്കായി പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവള് നേരെ ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നതാണ്. അവിടെയാണെങ്കിൽ സർജറിയൊക്കെ നടക്കും. എന്നാൽ നമ്മുടെ ഷിന്യുവിൻ്റെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു. അവൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ താന്ന് മരിച്ചു പോകുന്നൊരു സിറ്റുവേഷനിലാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ പാസിലുള്ള സീൻ കാണിക്കും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ഇപ്പോൾ അമ്പ ചെയ്യുന്നത് പരീക്ഷിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ഒരു ദാസം വന്നിട്ട് പറയും, നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ വിളിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ അവൻ്റെ അച്ഛനാണെങ്കിൽ ഷിന്യുവിൻ്റെ അടുത്ത് പറയും, നീ ആണെങ്കിൽ ഇനി ദൂരെ ഒരു സ്ഥലത്ത് പഠിക്കാൻ പോവുമല്ലേ, അതിന് മുന്നേ ആയിട്ട് തന്നെ നീ മന്ത്രിയുടെ മോളെ കല്യാണം കഴിക്കണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു പറയും, പറ്റത്തില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, പറ്റത്തില്ല, നീ ഒരു സാധാരണ പെങ്കൊച്ചിനെ വല്ലതും പ്രേമിച്ചിരുന്നു എങ്കിൽ ഞാൻ നിൻ്റെ ഈ കല്യാണം നടത്തി തരാൻ റെഡി ആയേനെ. എന്നാൽ നീ പ്രേമിക്കുന്നത് ആ മന്ത്രവാദിനിയല്ലേ, അതുകൊണ്ട് തന്നെ ഞാനത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. അങ്ങനെയുള്ളവരെ ഒരിക്കലും കുടുംബത്ത് കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ അവൻ്റെ അച്ഛൻ പറയും. എന്നിട്ട് പറയും, മന്ത്രിനെ ഒരിക്കലും എനിക്ക് വെറുപ്പിക്കാൻ പറ്റത്തില്ല, നീ മര്യാദയ്ക്ക് അവളെ കല്യാണം കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ ജോയിനെ ഒരു ഉത്സവ പറമ്പിൽ വെച്ചിട്ട് കാണുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിന്യു ജോയിയുടെ അടുത്ത് പറയും, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് നമുക്കിവിടെ നിന്ന് വേഗം തന്നെ ഒളിച്ചോടി പോകാവേ എന്ന്. എന്നിട്ട് അവൻ പറയും, നാളെ ഞാൻ ഈ സ്ഥലത്തെത്തും, നീ അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോ അവളുടെ സാധനങ്ങളൊന്നും എടുക്കാതെ വന്നിരിക്കുന്നത്. അവിടെ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ചോദിക്കും, നീ എന്തുകൊണ്ടാ എൻ്റെ കൂടെ വരാനായിട്ട് റെഡി അല്ലാത്തേന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും, എനിക്കിപ്പോൾ നിങ്ങളുടെ കൂടെ വരാൻ പറ്റത്തില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമ്മൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിട്ട് ഒരു ഫ്യൂച്ചറൊന്നുമില്ല. ഞാൻ നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കിയായിരുന്നു, നിങ്ങൾക്കാണെങ്കിൽ വേറൊരു ഫാമിലിയായിട്ട് കല്യാണം കഴിച്ച് ജീവിക്കാനാണ് യോഗമുള്ളത്, അതുമല്ല ഞാൻ നിങ്ങളുടെ ഫാമിലിയോട് വന്നാലും നേരെ ആവത്തില്ല എന്നൊക്കെ നമ്മുടെ ജോ പറയും. ഇത് കേൾക്കുന്നേ ഷിന്യു ചോദിക്കും, അതിന് ഫ്യൂച്ചറൊക്കെ എന്തിനാ നീ ഇങ്ങനെ നോക്കുന്നേ, നമുക്കതെല്ലാം നേരെയാക്കി എടുത്തൂടെ. അപ്പോൾ നമ്മുടെ ജോ പറയും, അല്ലെങ്കിലും ഞാൻ നിങ്ങളെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടൊന്നുമില്ല, അതായത് ഈ ഒരു പാതിരാത്രിക്ക് ഒളിച്ചോടി വരാൻ വേണ്ടിയിട്ട്. അതുമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാട്ടിൽ ജീവിക്കുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യവും അല്ല, നിങ്ങൾക്ക് അതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവളാണെങ്കിൽ ഭയങ്കര റൂഡായിട്ട് സംസാരിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന അവളുടെ മനസ്സിൽ നിന്ന് വന്നിട്ടൊന്നുമല്ല. അവളെ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഷിന്യുവിൻ്റെ അച്ഛൻ കാണാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജോയിയുടെ ആ മുത്തശ്ശിയില്ലേ, അതായത് മന്ത്രവാദിനിയായിട്ടുള്ള മുത്തശ്ശി, അവരെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. എന്നിട്ട് അവരെ ആണെങ്കിൽ ബന്ദിയാക്കി വെക്കും. അവരുടെ കണ്ണും ഒക്കെ അങ്ങ് കുത്തി കുഴിക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവളെ ഓരോ കാര്യം പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് നമ്മുടെ ജോയ് ആണെങ്കിൽ അവൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഷിന്യുവിൻ്റെ അടുത്ത് പറയുന്നത്. പിന്നീട് കാണിക്കുന്ന കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്യുവും അവരവരുടെ ലൈഫാണെങ്കിൽ പീസ്ഫുള്ളായിട്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിക്കുവാണ്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കൊട്ടാരത്തിൽ നിന്ന് രണ്ട് ദാസിമാർ നമ്മുടെ ജോയിനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് അവളെ കൊട്ടാരത്തിലോട്ട് വിളിച്ചുകൊണ്ടുപോകും. അവിടെയാണെങ്കിൽ രാജ്ഞി ഇരിക്കുമായിരുന്നു. അവരാണെങ്കിൽ നമ്മുടെ ജോയിയുടെ അടുത്ത് ഒരു ബുക്ക് കാണിച്ചിട്ട് ചോദിക്കും, ഇത് നീയാണോ എഴുതിയത് എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും, ഇത് ഞാൻ എഴുതിയതൊന്നുമില്ല, എൻ്റെ കുറച്ച് അറിവുകളൊക്കെ ആരോ ചോർത്തിയെടുത്തിട്ട് അവർ തന്നെ പ്രസിദ്ധീകരിച്ചൊരു ബുക്കാണ് എന്ന്. അപ്പോൾ നമ്മുടെ രാജ്ഞി പറയും, ചുമ്മാതല്ല ഈ ബുക്ക് എന്നിൽ വർക്ക് ചെയ്യാഞ്ഞത്, എനിക്കാണെങ്കിൽ ഒരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കണം, അതിന് നീ എന്നെ സഹായിക്കണം, നീ ഇവിടെ ഒളിച്ചു താമസിച്ചിട്ട് എനിക്ക് ആ കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യണം, കൂട്ടത്തിൽ തന്നെ നീ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മന്ത്രങ്ങളും എനിക്കൊരു ബുക്കിലും എഴുതി തരണം എന്ന് നമ്മുടെ ജോയുടെ അടുത്ത് പറയും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ ആണെങ്കിൽ ആ പാലസിലായിട്ട് ഇപ്പോൾ ഒളിച്ചാണ് താമസിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ദിവസം രാത്രി ഇങ്ങനെ പാത്തും പതുങ്ങിയും പോകുന്നതും കറക്റ്റായിട്ട് നമ്മുടെ ഷിന്യു കാണും. അവനാണെങ്കിൽ ഇവിടെ പിടിച്ചിർത്തിയിട്ട് ചോദിക്കും, സത്യം പറഞ്ഞാൽ നീ ഇവിടെ നിന്ന് പോയെന്നാ ഞാൻ വിചാരിച്ചു, നീ എന്തെടുക്കോ ഇവിടെ. അപ്പോൾ നമ്മുടെ ജോയ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, നമ്മൾ രണ്ടുപേരും അതിനും വേണ്ടി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ലേ, നീ എൻ്റെ അടുത്ത് സത്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ജോ പറയും, സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ ഞാൻ പറഞ്ഞ കാര്യമൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ വേറൊരു റീസണും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സത്യമെല്ലാം പറയും. പിന്നീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒളിച്ചും പാത്തും വീണ്ടും ഇഷ്ടത്തിലാവും. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ മഹാറാണി ഉണ്ടല്ലോ, അവരാണെങ്കിൽ
നമ്മുടെ ജോ സഹായിച്ചതുപോലെ തന്നെ ഒരാൺകുഞ്ഞിന് ജന്മം കൊടുക്കും. എന്നാൽ ഈ മഹാറാണിയാണെങ്കിൽ അതിലൊന്നും സംതൃപ്തിയായിരുന്നില്ല. അവരാണെങ്കിൽ നമ്മുടെ ജോയുടെ അടുത്ത് വന്നിട്ട് പറയും, നീ എനിക്ക് വേറൊരു സഹായം കൂടി ചെയ്യണം. ഈ രാജാവിൻ്റെ മൂത്തൊരു മോനുണ്ട്, അവനെയും കൂടി എങ്ങനെയെങ്കിലും നീ ഒന്ന് അകറ്റി തരണം. അതിന് നീയാണെങ്കിൽ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ജോ അവരെ പറഞ്ഞ് മനസ്സിലാക്കും, ബ്ലാക്ക് മാജിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള വില വലുത് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് അവളവിടെ തറപ്പിച്ച് പറയും. എന്നാൽ ഈ രാജ്ഞി പറയും, അതൊന്നും പറ്റത്തില്ല, ഇതിനുള്ള വില ആരായിരിക്കും കൊടുക്കേണ്ടി വരിക? ഒന്ന് നീ ആയിരിക്കും, അല്ലെങ്കിൽ നീ ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നുവിൻ്റെ പേര് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ അങ്ങ് ഭയങ്കര ഷോക്കായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ആ കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നേരത്ത് അവൻ്റെ ഓപ്പോസിറ്റായിട്ട് വേറൊരു സേനാപതി നടന്നു വരുന്നതാണ്. അയാളാണെങ്കിൽ നമ്മുടെ ഷിന്നുവിൻ്റെ അടുത്ത് സംസാരിക്കും. ഈ സേനാപതിനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ വണ്ണിനെ പോലെ തന്നെ ആയിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ണും ഇവരുടെ ഒരു പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ വണ്ണ് പറയും, നീ ഒരു കാര്യം പറഞ്ഞോ, ഈ പാലസിലായിട്ട് ഒരു കൂടോത്രം ചെയ്യുന്ന ആൾ കിടന്ന് കറങ്ങുന്നുണ്ട്, അതായത് ഒരു മന്ത്രവാദി. അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാലസ് മൊത്തവും ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ആ രാജാവിൻ്റെ മൂത്ത മോനുണ്ടല്ലോ, അവനാണെങ്കിൽ ഇപ്പോൾ രക്തം ഛർദ്ദിച്ച് ആകെ അവശനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിനെ പിടികൂടുന്നതാണ്. എന്നിട്ട് രാജാവാണെങ്കിൽ അവിടെ പറയും, നീ സത്യം പറയുന്നത് വരെ നിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ജോയിനെ നല്ലതുപോലെ ടോർച്ചർ ചെയ്യും. അപ്പം നമ്മുടെ ജോയ് ആണെങ്കിൽ പറയും, ഇത് ഞാൻ ചെയ്തതല്ല എന്ന്. അപ്പോൾ രാജാവ് ചോദിക്കും, പിന്നെ നീ എന്താണ് ചെയ്തത്, സത്യം പറയാൻ പറയും. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ ആ രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, സത്യം പറഞ്ഞാൽ യുവരാജാവ് മരിക്കാനുള്ള റീസൺ നിങ്ങളും കൂടിയാണ്, നിങ്ങൾ അയാളെ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടാ എന്ന്. ഇത് കേൾക്കുന്നേ രാജാവിന് ഭയങ്കര ദേഷ്യം വരും. അക്കൂട്ടത്തിൽ നമ്മുടെ ജോയ് ആണെങ്കിൽ മഹാറാണിയുടെ പേര് പറയാനായിട്ട് വരുന്നതാ. എന്നാൽ അയാൾ, അതായത് നമ്മുടെ രാജാവാണെങ്കിൽ പറയും, ഇവളെ വെച്ചേക്കണ്ട, ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞേരേ എന്ന്. പെട്ടെന്ന് ഈ രാജാവാണെങ്കിൽ നമ്മുടെ ജോയിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അടുത്തോട്ട് വരുന്നതും അപ്പം തന്നെ നമ്മുടെ ജോയ് ആണെങ്കിൽ അവിടെ ഒരു ശാപം കൊടുക്കും. അതായത് എന്നെ ആര് കൊല്ലാൻ വരുന്നോ അവർ ഈ മാസത്തിൻ്റെ അവസാന ദിവസം പെടഞ്ഞ് മരിച്ചു പോവും. പോരാത്തിന് നിങ്ങളുടെ എല്ലാ വംശക്കാരും ഇത് അനുഭവിക്കേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ജനിക്കുന്ന എല്ലാ കൊച്ചുകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോവും. ഇനിയും നിങ്ങൾക്ക് എന്നെ കൊല്ലാനുള്ള ധൈര്യമുണ്ടോ എന്ന് നമ്മുടെ ജോയ് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുന്നേ രാജാവ് അങ്ങ് ഭയങ്കരമായിട്ടും പേടിച്ചു. രാജാവ് അവിടെ നിൽക്കുന്ന ഭടന്മാരടുത്ത് പറയും, ഇവളെ വേഗം തന്നെ ഒരു പൊട്ടക്കിണറ്റിലായിട്ട് കൊണ്ടിട്ടാരെ, എന്നിട്ട് കുറച്ച് ഈ മന്ത്രം തടയുന്ന ഇലകളും അതിൻ്റെ മണ്ടയിലായിട്ട് വാരി വിതറണം. ഇവളുടെ മന്ത്രമൊന്നും ബലിക്കാൻ പാടില്ല എന്ന്. അതാണെങ്കിൽ എല്ലാം നമ്മുടെ ഷിന്നു നിന്ന് പുറത്തു നിന്ന് കേൾക്കുമായിരുന്നു. അവനിതൊക്കെ കേൾക്കുന്നേ ഭയങ്കര വിഷമാവും. അതേപോലെ തന്നെ നമ്മുടെ ആ രാജ്ഞിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. അതായത് നമ്മുടെ ജോയ് എങ്ങാണം ഇനി അവരുടെ പേര് എല്ലാവരുടെയും മുമ്പിൽ പറയുമോ എന്ന് ആലോചിച്ചിട്ട് അവിടെയായിട്ട് ഈ രാജ്ഞിയുടെ സേനാപതിനെയും കാണിക്കും. അത് വേറെ ആരുമല്ല, നമ്മുടെ പ്രസന്റ് ലൈഫിലുള്ള ആ ഗാർഡനറില്ലേ, അയാൾ തന്നെയാണ്. അയാളാണെങ്കിൽ അവിടെ നിന്ന് ഓരോന്ന് പറയും. അപ്പോൾ നമ്മുടെ രാജ്ഞി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു കാര്യം ചെയ്യണം, ഒരു കാര്യം ഉറപ്പുവരുത്തണം. ആ ജോയ് ആണെങ്കിൽ അവസാനമായിട്ട് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഒരു മന്ത്രവാദത്തിൻ്റെ ബുക്ക്. അത് നമുക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജോയ് ആണെങ്കിൽ ആ പൊട്ടക്കണ്ടി കിടക്കുന്ന അവിടെയായിട്ട് നമ്മുടെ ഷിന്നു വന്ന് അവിടെ ചുറ്റിനും ഉണ്ടായിരുന്ന എല്ലാ വടന്മാരെയും നല്ലതുപോലെ അടിച്ചു വീഴ്ത്തിയിട്ട് അവനാണെങ്കിൽ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ രക്ഷിച്ച് അവളുടെ വീട്ടിലായിട്ട് കൊണ്ടുവരും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഷിന്നുവിൻ്റെ അടുത്ത് പറയും, അതായത് മഹാറാണി എൻ്റെ അടുത്ത് അവരുടെ ആ മൂത്ത മോനെ കൊല്ലാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് യൂസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു, എന്നാൽ ഞാനത് നിരസിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എനിക്കതെല്ലാം മനസ്സിലായി. എന്നിട്ട് നമ്മുടെ ജോയിയുടെ കൈ ഇങ്ങനെ കാണിക്കും. അവളുടെ കയ്യിലെല്ലാം ഭയങ്കര വെയിൻസൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പം നമ്മുടെ ജോ പറയും, അത് ഞാനിപ്പോൾ ബ്ലാക്ക് മാജിക് യൂസ് ചെയ്തിട്ടല്ലേ ഇവിടെ ഒരാൾക്ക് ശാപം കൊടുത്തത്, അതിൻ്റെ പേരിൽ ഞാൻ അതിൻ്റെ പ്രതിഫലം അനുഭവിച്ചേ പറ്റത്തോളെന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, നിനക്കാണെങ്കിൽ ആ മന്ത്രം എഴുതിയ ബുക്ക് അങ്ങ് മഹാറാണിക്ക് കൊടുത്തൂടെ, എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ എവിടേക്കെങ്കിലും ഓടിപ്പോവാം, എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. അപ്പം നമ്മുടെ ജോ പറയും, എനിക്കത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല. മഹാറാണിയുടെ കയ്യിൽ ആ ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരതിനെ നല്ലതുപോലെ മിസ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ ജോയങ്ങ് ഉറങ്ങിപ്പോവും. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഓൾറെഡി ആ മന്ത്രവാദത്തിൻ്റെ ബുക്കുമായിട്ട് അവിടെ നിന്ന് പോയായിരുന്നു. നമ്മുടെ ജോ എണീറ്റ് നോക്കുമ്പോൾ ആ ബുക്ക് അവിടെ കാണത്തില്ല. അവൾക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടമാവും. അവളപ്പോൾ വിചാരിക്കും, എന്നാൽ ഇവൻ എന്തിനാ ആ ബുക്ക് എടുത്തുകൊണ്ട് പോയത് എന്ന്. നമ്മുടെ ഷിന്നു ആണെങ്കിൽ നല്ലൊരു ഉദ്ദേശത്തോടെ ആ ബുക്കും കൊണ്ട് പോകുന്നത്. എന്നാൽ നമ്മളുടെ വേറൊരു സേനാപതിയിലെ, അതായത് നമ്മുടെ വണ്ണ്, അവനും അവൻ്റെ ടീമും കൂടി വന്നിട്ട് നമ്മുടെ ഷിന്നുവിനെ അമ്പെയ്ത് വീഴ്ത്തും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്നത് നമ്മുടെ ഷിന്നു ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. അതേപോലെ തന്നെ അവന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, എന്നാലും നീ എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചേന്ന്. അപ്പം നമ്മുടെ വണ്ണ് പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഞാനാണെങ്കിൽ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നല്ലൊരു റിവാർഡ് കിട്ടുമെന്നാ പറഞ്ഞത്. ഞാനെന്തിനാ അത് വെറുതെ വേസ്റ്റ് ആക്കുന്നേ? അപ്പം നമ്മുടെ ഷിനു ചോദിക്കും, നിനക്ക് എന്താ പേടിയില്ല? അതായത് ജോയിനെ കൊന്നു കഴിഞ്ഞാൽ നിനക്ക് ശാപം കിട്ടുമെന്ന്. അപ്പം നമ്മുടെ വണ്ണ് പറയും, അതിന് ഞാൻ അവളെ കൊല്ലുന്നില്ലല്ലോ, ഞാൻ അവളെ പിടിച്ചുകൊണ്ട് പോയി ഒരു കാട്ടിലായിട്ട് കൊണ്ടിടും. അവിടെയാണെങ്കിൽ ഒരുപാട് കരടികളുണ്ട്, അത് തന്നെ അവളെ കഴിച്ചോളും. അവളുടെ ശാപം തന്നെ ഏത് മനുഷ്യൻ അവളെ കൊല്ലുന്നോ അവർക്ക് ശാപം കിട്ടുമെന്നല്ലേ? മനുഷ്യനല്ലാതെ വേറെ ഏതെങ്കിലും ജീവി കൊന്നു കഴിഞ്ഞാൽ ആ ശാപം തന്നെ അവിടെ ഇൻവാലിഡ് ആയി പോവുമല്ലേ? ഞങ്ങൾക്ക് എന്തായിരുന്നാലും അവളെ ആ കരടി കൊല്ലുന്നത് കണ്ടു നിന്ന് രസിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷിന്നുവായിട്ട് ഇവന്മാരെ നല്ലതുപോലെ അടികൂടും. അവസാനം നമ്മുടെ ഷിന്നുവിനും പരിക്ക് പറ്റും. അവൻ്റെ കയ്യിൽ നിന്ന് ആ ബുക്ക് ഇവന്മാരങ്ങ് അടിച്ചു മാറ്റും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയ് ആണെങ്കിൽ മഞ്ഞുമലയുടെ അടുത്തായിട്ട് കയറി വരുന്നതാണ്. അവിടെയാണെങ്കിൽ ഈ വണ്ണും ടീമും കൂടി ചേർന്നിട്ട് ഇവളെ അറ്റാക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു അവിടേക്ക് വന്നിട്ട് പറയും, നിങ്ങൾ ആരും അവളുടെ അടുത്തേക്ക് പോകണ്ട, ഞാൻ അവളുടെ അടുത്തേക്ക് പൊക്കോളാം എന്ന്. എന്നിട്ട് പറയും, ഞാൻ അക്കാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മുടെ ജോയുടെ അടുത്തായിട്ട് വന്നിട്ട് അവളുടെ വയറ്റിലായിട്ട് അങ്ങ് കുത്തും. എന്നിട്ടാണെങ്കിൽ അവളുടെ അടുത്ത് പറയും, എന്നോട് നീ ക്ഷമിക്കണം, നമുക്ക് രണ്ടുപേർക്കും ഈ ജന്മത്തിൽ ഒന്നിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ജോ ചോദിക്കും, നീ എന്തിനാ എന്നെ കൊന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ആ ശാപത്തിനെ പറ്റിയിട്ട്, നിനക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒട്ടും പേടിയില്ലേ? അപ്പം നമ്മുടെ ഷിന്നു പറയും, നിന്നെ കരടി പിടിച്ച് തിന്നുന്നത് കണ്ടു നിൽക്കാനുള്ള ശേഷി എനിക്കില്ല, അതിനെക്കാട്ടി നല്ലത് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങ് അവസാനിക്കുന്നതാണ്. എന്തായിരുന്നാലും ഈ ജന്മത്തിൽ നമുക്കൊരു ഹാപ്പി എൻഡിങ് കിട്ടിയില്ലെങ്കിലും ഞാൻ വീണ്ടും ജനിക്കും, നീയും വീണ്ടും ജനിക്കണം, നമുക്ക് അവിടെ വെച്ചിട്ട് ഒരുമിക്കാം എന്ന് നമ്മുടെ ഷിന്നു പറയും. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് അങ്ങ് മരിച്ചു പോവും. പിന്നീട് കാണിക്കുന്ന പ്രസന്റ് ടൈം ആണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഷിന്നുവിന് വീണ്ടും ശ്വാസം തിരിച്ചു കിട്ടിയായിരുന്നു. അങ്ങനെ അവന്റെ ഓപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ആവാൻ വേണ്ടിയിട്ട് പോവും. അവിടെയായിട്ട് പോലീസ് വരും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ജോലിയുടെ അടുത്ത് പറയും, ഞങ്ങളാണെങ്കിൽ ആ പ്രതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തായിരുന്നാലും ഈ ഒരു സംഭവം വെച്ചോന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിലിട്ട് കീ ചെയിൻ കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഭയങ്കര ഡേഞ്ചർ ആയിട്ട് തോന്നുമ്പോൾ ഇതിനത് പ്രസ് ചെയ്താൽ മതി എന്ന്. അതേപോലെ തന്നെ അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മുടെ ഷിന്നുവിന്റെ പേരൻസ് വരും. അവിടെയാണെങ്കിൽ അവൻ്റെ അമ്മ നല്ല കരയുമായിരുന്നു. എന്നിട്ട് അവരാണെങ്കിൽ നമ്മുടെ ജോയിനെ കാണുന്നതും ചോദിക്കും, നീയാണോ ഷിന്നുവിൻ്റെ ഗേൾ ഫ്രണ്ട്? അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ അതെ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഷിന്നുവിൻ്റെ അച്ഛൻ ചോദിക്കും, അല്ല എൻ്റെ മോനെ ആരാണ് കുത്തിയത്? അവനോട് ആർക്ക് ഇത്രയ്ക്കും വലിയ വൈരാഗ്യം? ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അവൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങ് വരും. അവിടെയായിട്ട് നമ്മുടെ വണ്ണ് വന്നായിരുന്നു. വണ്ണ് വന്നിട്ടാണെങ്കിൽ പറയും, ഷിന്നുവിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ സക്സസ് ആയി, അവനിപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ല എന്ന്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജോയ് ഇപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവളാണെങ്കിൽ ഇതിനെല്ലാം ഉള്ള പ്രതിയായിട്ട് അവളെ തന്നെ കരുതി വെച്ചേക്കുന്നത്. അവൾ നമ്മുടെ വണ്ണിൻ്റെ അടുത്ത് പറയും, ഞാനാണെങ്കിൽ ആ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അവൻ്റെ അടുത്തേക്ക് പോകാനേ പാടില്ലായിരുന്നു, എന്നെ കാരണമല്ലേ അവനിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നേ. അപ്പോൾ നമ്മുടെ വണ്ണ് പറയും, നീ എന്തിനാ നിന്നെ കുറ്റപ്പെടുത്തുന്നേ? സത്യം പറഞ്ഞാൽ അവന് അപകടം പറ്റാൻ കാരണമെന്ന് വെച്ചാൽ ആ ഗവർണറല്ലേ, അല്ലാതെ നീ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വെറുതെ വിഷമിക്കുന്നേ? അപ്പോൾ നമ്മുടെ ജോ പറയും, അങ്ങനെയല്ല, ഞാൻ ഇനി എങ്ങനെ അവൻ്റെ പേരൻസിനെ ഫേസ് ചെയ്യും? അവരാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വണ്ണ് പറയും, അതൊന്നും സാരമില്ല, നീ സ്വന്തമായിട്ട് ബ്ലെയിം ചെയ്യാതിരിക്കുന്ന പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയുടെ ഓഫീസിലാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും തമ്മിലിരുന്ന് ഡിസ്കസ് ചെയ്യും. എല്ലാവരുടെയും ചർച്ചാ വിഷയം തന്നെ നമ്മുടെ ജോയും അതേപോലെ തന്നെ ഷിന്നുവാണ്. അവിടെയാണെങ്കിൽ എല്ലാവരും പറയും, നോക്കിയാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും വന്ന ഒരു അവസ്ഥ. എന്നിട്ട് അവർ പറയും, എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെല്ലാവരും സേഫായിട്ടിരിക്കണം, ആ ഗാർഡനറിന് ഇനി ആരടുത്താണ് വൈരാഗ്യം തോന്നിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതേപോലെ തന്നെ അടുത്തതിൽ കാണിക്കുന്നത് നമ്മുടെ മേയറിനെയും അതേപോലെ തന്നെ യൂനിയനെയാണ്. അവിടെ മേയറാണെങ്കിൽ യൂനിയനോട് ചോദിക്കും, എന്നാലും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നിനക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ തോന്നി? ഈ കാര്യം അങ്ങനെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പറയേണ്ട, നമ്മളുടെ റെപ്യൂട്ടേഷൻ തന്നെ പോവും. സത്യം പറ, നീ പറഞ്ഞിട്ടാണോ അയാൾ ഷിന്നുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കിയ? അപ്പോൾ നമ്മുടെ യൂന പറയും, അച്ഛൻ എന്താ, എനിക്ക് യഥാർത്ഥത്തിൽ ഷിന്നുവിനെ ഇപ്പോഴും ഇഷ്ടമാണ്, ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ആൾ ഇത്രയ്ക്കും ഡേഞ്ചറസ് ആണ് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയ് ഉണ്ടല്ലോ, അവളാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വന്നിട്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ജോയിയുടെ അമ്മയുടെ ഒരു ഫ്രണ്ടാണെങ്കിൽ ഒരു ഗ്രാമത്തിലായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജോയ് ആണെങ്കിൽ വണ്ണിൻ്റെ അടുത്ത് പറയും, ഞാൻ അവിടെ പോയി ജീവിക്കാൻ പോവുക, ഞാനിനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരത്തില്ല, ഷിന്നുവിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പം നമ്മുടെ വണ്ണി ചോദിക്കും, നീ നിൻ്റെ കാര്യത്തെപ്പറ്റി ആലോചിക്കാത്ത എന്താ, നിനക്ക് സേഫ്റ്റി വേണ്ടേ? അപ്പോൾ നമ്മുടെ ജോ പറയും, ഇപ്പം എന്നെക്കാട്ടിയും കൂടുതൽ സേഫ്റ്റി വേണ്ടത് ഷിന്നുവിന് തന്നെയാണ്, എനിക്കാണെങ്കിൽ അവൻ നല്ല സേഫായിട്ടിരുന്നാൽ മാത്രം മതി, നീ എനിക്ക് വേണ്ടിയിട്ടൊരു ഹെൽപ്പ് ചെയ്യണം, അവൻ്റെ എല്ലാ അപ്ഡേറ്റ്സും എന്നെ അറിയിച്ചുകൊണ്ടേ ഇരിക്കണം, എന്നാൽ അവൻ്റെ അടുത്ത് ഞാൻ എവിടെയാണെന്ന് പറയാനും നിൽക്കണ്ട എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നുവിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ ഏകദേശം
ഏകദേശം ഓക്കെ ആയി വരുമായിരുന്നു. അവൻ്റെ അടുത്തായിട്ട് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഇവൻ്റെ അച്ഛനാണെങ്കിൽ പറയും, നോക്കിയാണേ എന്ത് വിചിത്രവാ, ഇവൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്ന പെണ്ണാണെങ്കിൽ അവൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവൾ അവനെ കാണാൻ കൂടി വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് നമ്മുടെ ഷിന്നുവിന് ബോധം വരും. അവൻ ബോധം വന്ന ഉടനെ ചോദിക്കുന്നത് നമ്മുടെ ജോയിനെയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, ആദ്യമേ നീ നിൻ്റെ കാര്യം നോക്ക്, നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നവള് നിൻ്റെ ഓപ്പറേഷൻ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, അതിനുശേഷം അവളുടെ പൊടി പോലും കണ്ടിട്ടില്ല എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷിന്നുവിനാണെങ്കിൽ ജോയിയുടെ അവസ്ഥ നല്ലതുപോലെ അറിയാം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ അമ്മയുടെ ആ കൂട്ടുകാരിയായിട്ടുള്ള ലേഡിയില്ലേ, അവരുടെ വീട്ടിലായിട്ട് വന്ന് നിൽക്കുന്നയാ. അപ്പോൾ അവളാണെങ്കിൽ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണോ എന്ന്. അപ്പോൾ ആ ലേഡി പറയും, നിൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് സ്വന്തം അനിയത്തീനെ പോലെയാ, അതുകൊണ്ട് തന്നെ നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ ആ വീട്ടിലായിട്ടിരുന്നിട്ട് അവൾ ആ വോയിസ് മെസ്സേജസ് ഒക്കെ കേട്ട് നോക്കുന്നതാണ്. അതായത് നമ്മുടെ വണ്ണ് ഷിന്നുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ. അവിടെ വണ്ണ് പറയും, ഷിന്നുവിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവൻ ഫുഡ് കഴിക്കാൻ തുടങ്ങി, അവൻ നടക്കാൻ തുടങ്ങി, അങ്ങനെ ഓരോരോ അപ്ഡേറ്റ്സ് പറയും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ജോയാണെങ്കിൽ ഒരു വോയിസ് മെസ്സേജും കൂടി കേൾക്കും. അത് ആരുടെയാന്ന് വെച്ചാൽ നമ്മുടെ ഷിന്നുവിൻ്റെ തന്നെയായിരുന്നു. അവനാണെങ്കിൽ അവിടെ പറയും, നീ എന്തായിരുന്നാലും കൊള്ളാം, നിന്റെ വയ്യാത്ത ബോയ് ഫ്രണ്ടിനെ കളഞ്ഞിട്ട് നീ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോയല്ലോ, നീ എവിടെയാ ഉള്ളത്, എനിക്ക് നിന്നെ കാണാം, നീ എന്നെ കാണാൻ വരത്തില്ലേ എന്നൊക്കെ അവൻ മെസ്സേജ് അയക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ നല്ലതുപോലെ അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം അവളുടെ ആ ആൻറ്റി ഇല്ലേ, അവരുടെ കൂടെ ആണെങ്കിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് പെട്ടെന്ന് ആൻറ്റി ചോദിക്കുന്നേ, നിന്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നീ വീണ്ടും ഹോഞ്ചു സിറ്റിയിലോട്ട് പോവത്തില്ലേ എന്ന്. അപ്പം നമ്മളുടെ ജോയാണെങ്കിൽ പറയും, ഇല്ല, എനിക്കാണെങ്കിൽ എൻ്റെ ഷിനുവിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അവിടെയുള്ള ജോലി അങ്ങ് റിസൈൻ ചെയ്തേക്കാം എന്നാ. അപ്പോഴാണെങ്കിൽ ആൻറ്റി ചോദിക്കും, നിനക്ക് അവനെ മിസ് ചെയ്യത്തില്ലേ? അപ്പം നമ്മുടെ ജോ പറയും, പിന്നെ ഇല്ലേ, ഉറപ്പായിട്ടും മിസ് ചെയ്യുമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഷിന്നു ആണെങ്കിൽ ഇപ്പോൾ ഡിസ്ചാർജ് ആവുന്നതാണ്. അവനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പറയും, എനിക്ക് ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ അവൻ്റെ അമ്മ പറയും, പറ്റത്തില്ല, നിൻ്റെ കൂടെ എന്നാൽ പിന്നെ ഞാനും ജോലിക്ക് വരൂ എന്ന്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയും, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ബോഡി ഗാർഡ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവർ നിൻ്റെ കൂടെ കാണുമെന്ന്. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ണാണെങ്കിൽ ജോയിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. അതായത് നമ്മുടെ ഷിന്നുവിന് ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവനിപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന്. നമ്മുടെ ജോയിക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുന്നേ ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് നമ്മുടെ വണ്ണാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ കാര്യം ആലോചിച്ചിട്ട് നല്ല ടെൻഷനുണ്ട്, നീ നല്ല സുഖമായിട്ടിരിക്കണം, നീ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് നോക്കണം, നീ വേറെ ആപത്തിലൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ പറഞ്ഞ് ഫോൺ അങ്ങ് കട്ടി. അങ്ങനെ അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ നമ്മുടെ ഷിന്നു വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ ഷിന്നു ചോദിക്കും, അവൾ എവിടെയാണ് ഉള്ളത്, എനിക്ക് നല്ലതുപോലെ അറിയാം, നിനക്ക് അവൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയാമെന്ന്. എന്നാൽ നമ്മുടെ വണ്ണാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, എനിക്ക് നല്ലതുപോലെ അറിയാം, അവളിപ്പോൾ എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത് എനിക്ക് ആപത്തൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, എങ്കിലും ഞാൻ അവൾ എവിടെയാണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഷിന്നു പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയ്ക്ക് മെസ്സേജ് അയക്കുന്നതാണ്. അവൻ പറയും, എനിക്കറിയാം നിനക്കാണെങ്കിൽ എന്നെ ഭയങ്കര കാര്യമാണ്, നീ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നേ എന്ന്. ഈ മെസ്സേജസ് എല്ലാം നമ്മളുടെ ജോ വായിക്കും. എന്നാലും അവൾ അതിന് വലിയ റെസ്പോൺസ് ഒന്നും കൊടുക്കത്തില്ല. അവളിപ്പോൾ നല്ലതുപോലെ അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം തന്നെ ഗാർഡനറിൻ്റെ ഒരു വോയിസ് മെസ്സേജ് അവിടെ കാണും. അത് കേട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അവൻ പറയുന്നതെന്ന് വെച്ചാൽ, ഷിന്നുവിനിപ്പോൾ യാതൊരു കുഴപ്പമില്ല, അവനാണെങ്കിൽ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട്, നീ അവസാനമായിട്ട് അവനെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്തോട്ട് വന്നേ പറ്റത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അവനെ ഞാൻ കൊന്നു കളയുമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ ഭയങ്കരമായിട്ടും പേടിച്ചു പോകും. അവളാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ വേഗം തന്നെ ഡ്രസ്സും എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടും. അതായത് ആ ഗാർഡനർ പറഞ്ഞ സ്ഥലത്തായിട്ട് നമ്മുടെ ഷിന്നുവിനെ അവസാനമായിട്ട് കാണാൻ വേണ്ടി. അവൾ കാറെടുത്ത് അങ്ങോട്ട് പോകുന്നതും അവളുടെ തൊട്ട് പുറവിനെ തന്നെ വേറൊരു കാറും ഉണ്ട്. അങ്ങനെ അവൾ പറഞ്ഞ സ്ഥലത്തായിട്ട് എത്തിച്ചേരും. തിരിഞ്ഞു നോക്കുമ്പോൾ 2 ബോഡി ഗാർഡ് അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്നുവാണ്. അപ്പോൾ അവൻ ചോദിക്കും, നീ ഇപ്പോൾ ഇവിടെ എന്തെടുക്കുക, നിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ ബോഡി ഗാർഡ്സ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ജോ പറയും, അത് ആ ഗാർഡനർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, നിനക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോവുക എന്ന്. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് എവിടേക്ക് വന്നേ. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, നീ നിൻ്റെ സേഫ്റ്റി പോലും മറന്നിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമ്മുടെ ജോ പറയും, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് യാതൊരു ആപത്ത് വരാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഷിന്നു അവളുടെ അടുത്ത് വന്നിട്ട് പറയും, എനിക്കത് നന്നായിട്ടറിയാം, നിനക്കൊരു കാര്യം അറിയാവോ, നമ്മളുടെ ലൈഫിലുണ്ടായിരുന്ന ആ ഒരു കേഴ്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ജോത് വിശ്വസിക്കാൻ റെഡി ആവത്തില്ല. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, ഞാനാണെങ്കിൽ ഇപ്പം ഓൾറെഡി ഒന്ന് മരിച്ചിട്ടാണ് വീണ്ടും ജനിച്ചത്, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചപ്പോൾ ആ കേഴ്സ് എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് പോയി, നിനക്ക് വേണമെങ്കിൽ പ്രൂഫ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട്
നമ്മുടെ ഷിന്നു ആണെങ്കിൽ ജോയിയുടെ കൈ പിടിച്ച് അവൻ്റെ കവിളത്തായിട്ട് എടുത്ത് വെക്കാൻ വരും. നമ്മുടെ ജോയിക്കാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു. അവൾ കൈ പിടിച്ച് മാറ്റാനൊരുങ്ങും. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല, എനിക്ക് എല്ലാം ഓർമ്മ വന്നു നമ്മളുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്താ നടന്നതെന്ന്. അങ്ങനെ അവനാണെങ്കിൽ അവളുടെ കൈ എടുത്ത് ഇവൻ്റെ കവിളിലായിട്ട് വെക്കും. അതേപോലെ തന്നെ കൈ വെക്കുന്നതും നമ്മുടെ ജോയിക്കും കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷവും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിന്നു ആണെങ്കിൽ അവളുടെ അടുത്ത് 2 ജന്മത്തിലെയും കൂടി ഐ ലവ് യു ഇത്തവണ ഒരുമിച്ചങ്ങ് പറയും. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.